ഹലോ ഗൈസ്. അപ്പോൾ സ്കൂളൊക്കെ അടച്ചില്ലേ, ഇപ്പോൾ രാവിലെ എണീക്കലൊന്നും ഇല്ല. അപ്പം താമസിച്ചാണ് എണീറ്റത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്താ മഴയല്ലേ എല്ലായിടത്തും ഇപ്പം. അപ്പോൾ ചകിരിയൊക്കെ വലിച്ചു കയറി രാവിലെ പാത്രമൊക്കെ കഴുകാൻ പോവാം. ഉച്ച കഴിഞ്ഞുള്ള മഴ കാരണം ഇന്നലെ കലമൊന്നും തേച്ച് വെച്ചില്ല. രാവിലെ തേക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇന്ന് എന്തൊക്കെയാണ് പരിപാടി എന്നറിയാവോ? കപ്പ വെച്ച് കപ്പയും മീൻകറിയും കഴിക്കണം. പിന്നെ മീൻ വെട്ടാനുണ്ട്, കോവയ്ക്ക പറിക്കാനുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഇന്നൊരു അണ്ണാൻ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. അപ്പം അണ്ണാനെ ഓടിച്ചിട്ട് പിടിക്കുന്നതും ലാസ്റ്റ് അഴിച്ചു വിടും. ഞാനും കണ്ണനുമായിട്ട് ലാസ്റ്റ് അടിയാവുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഗൈസ്, നിങ്ങൾ കരിപ്പാത്രം കഴുകുമ്പോൾ കുളിസോപ്പിട്ടാണ് കഴുകുന്നത്. കുളിസോപ്പും ചാരവും കൂട്ടി ഇങ്ങനെ തേക്കുമ്പോൾ നല്ലതായിട്ട് വെളുത്ത് വരുവല്ലേ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ചിലർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അറിഞ്ഞോട്ടെ എന്നോർത്താണ് പറഞ്ഞത്. ഇന്ന് നേരത്തെ തന്നെ മഴയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നല്ല മഴക്കാറ് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയൊക്കെ രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മീൻകറി അടുപ്പിലിരിപ്പുണ്ട്. അപ്പോൾ മീൻകറിയും കപ്പയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാവേ. വലിയ മീൻ ഉണ്ണിമേരിയാണ് മേടിച്ചു. ഉണ്ണിമേരിയൊക്കെ വെട്ടിക്കിട്ടും. കുഞ്ഞു മീനൊന്നും വറക്കാനുള്ള മീൻ മേടിച്ചൊന്നും വെട്ടിക്കിട്ടിട്ടില്ല. അങ്ങനെ കപ്പയും മീൻകറിയും കഴിക്കാൻ പോവാണേ. കണ്ണൻ രാവിലെ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഞാനും ചെറുതും. അപ്പം കപ്പയും മീനും കഴിക്കട്ടെ. ഉണ്ണിമേരി കറി വെച്ചതും പച്ചക്കപ്പ വേവിച്ചതും. ചാറ് കൂട്ടി തരേ? അയ്യോ, എനിക്ക് ഇരിക്കുന്നതിന് കയറാനാണ്. നല്ല കാറ്റൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് എന്താന്ന് പറഞ്ഞാൽ അടിപൊളി മഴയുണ്ട്. കപ്പ ആയതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ ഒരാൾ പഴകഞ്ഞി കുടിച്ചതൊന്ന് വിളിച്ചു നോക്കാം, കഴിക്കുമെന്ന് നോക്കാമല്ലോ. ഞാൻ കഴിച്ചു ഇത് വന്ന് ഒരു ഭാഗത്തുനിന്ന് വയ്ക്കുന്ന പറ്റുള്ളൂ. കപ്പയും മീൻകറി. ഇതേതാ? ഉണ്ണിമേരിയോ? ഇല്ല, എന്നായിരുന്നു? ഉണ്ണിമേരി. ഒരു പായുടെ പെണ്ണുണ്ട്. കപ്പ അപ്പോൾ നമുക്ക് മഞ്ഞവറ്റ വെട്ടാവേ. വലിയ മീനൊക്കെ മാത്രമേ അവിടെ നിന്ന് വെട്ടിക്കിട്ടത്തുള്ളൂ. ചെറിയ മീനൊന്നും വറക്കാൻ മേടിക്കുന്ന മീനൊന്നും അവിടെ നിന്ന് വെട്ടിക്കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേനുള്ള മഞ്ഞവറ്റ വെട്ടുവാണേ. മുട്ട ഇടാനായിട്ട് കിളിക്കൂട്ടിൽ മുട്ട ഇടാൻ എന്നാ നോക്കണമെന്ന് പറ. ചക്കി പൂച്ചയാണോ? ചക്കയോ? മീനും കൊടുത്തവേ അവിടെ മീനും കൊടുക്കും. നല്ല കുത്തി അർജുൻ രണ്ടുപേരും പാമ്പ് ഇരിക്കുന്നത് ഇങ്ങനെ
പാമ്പുമ്പഴം മീനാണേലും ഇറച്ചിയാണേലും ഒക്കെ അവിടെ വെച്ചാൽ അതിനെ കാവലേൽപ്പിക്കാൻ പറ്റിയ ആൾ അർജു. അതും കാവലായിട്ട് അവിടെ ഇരുന്നോളൂ. കാക്ക വന്നാൽ കാക്കയെ ഓടിച്ചോളുകയും ചെയ്യും. ഇന്നെല്ലാ പണിയും താമസിച്ച, അരിയും താമസിച്ചിട്ട് ചാക്കരിയുണ്ട് പിന്നെ വേഗം വേകും. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരിയില്ല, അത് വെച്ച് നല്ല ചൂടോടുകൂടി തന്നെ മറ്റേ മാങ്ങാ ചമ്മന്തിയോ എന്തെങ്കിലും ഒരു ചമ്മന്തിയൊക്കെ കൂട്ടി തൈരും ഒക്കെ കൂട്ടി ഇങ്ങനെ ഇളക്കി എന്തെങ്കിലും ഒരു അച്ചാറോട് ഉണ്ടെങ്കിൽ കഴിക്കാൻ എന്താ ടേസ്റ്റ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണോ? അമ്മ ഓർക്കുന്നുണ്ട് ഞാനും കണ്ടു വിലവതിക്ക് ഇവിടെ ഫുള്ള് വിറക് കിട്ടിയേ ഇവിടെ ഫുള്ള്. ശരി, അവൻ പറഞ്ഞപ്പോഴാണ് ഓർത്തെ മണ്ട ചേരുണ്ടായിരുന്നേ. അന്നേരം ഇപ്പോൾ കഴിഞ്ഞ അവധിക്ക് ഇവർ നിറച്ച് വിറകൊക്കെ നേരത്തെ അടുക്കി തന്നെ മണ്ട കയറ്റി. ഇതൊക്കെ അവൻ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. അവൻ അപ്പടി സംശയങ്ങളതാ അരി ഇടുന്ന കാര്യം. അടുത്ത സംശയം കുറച്ചരി ഇടുന്നത് എങ്ങനെ കലം നിറച്ചാവുന്നതെന്നാ സംശയം. അപ്പം നമുക്ക് കോവയ്ക്ക പറിക്കാവേ. എൻ്റെ പന്തലെല്ലാം കാറ്റടിച്ച് കളഞ്ഞപ്പോൾ ഒരു മരത്തേലിട്ടതാ. അമ്മയുടെ അടുത്ത് കിടക്കുന്നു ഫ്രണ്ടിൽ നോക്ക്. ഉടനെ തിന്നാൻ പോയി. ഇതും കഴിഞ്ഞ വർഷം നട്ട കോവല. പക്ഷെ നല്ല വലിയ പന്തലുമായിരുന്നു, ഒത്തിരി കോവയ്ക്ക പറിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞിടയ്ക്കത്തെ കാറ്റിന് മുഴുവൻ പോയായിരുന്നു. പക്ഷെ അതിലോട്ട് കയറ്റി വിട്ടപ്പോൾ ഞാൻ ഓർത്തില്ല ഇത്രയും കോവയ്ക്ക ഇനി ഉണ്ടാവുമെന്ന്. എനിക്കിപ്പം മനസ്സിലായി കാട്ടിയാതിയായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് നല്ല ഇതായിട്ട് കിടക്കുന്ന കോവയ്ക്ക കണ്ടപ്പോൾ പറിച്ച് തിന്നേനും കാട്ടിയാതി എന്ന് പറയുന്നത്. ഓമയ്ക്ക കിടക്കുന്നുണ്ട്, നാളത്തെ കറിക്കുള്ള വകയാണ്. ഒരെണ്ണം ചെനച്ച് നിപ്പുണ്ട്. അങ്ങനെ കോവയ്ക്ക പറിച്ചുകൊണ്ട് വന്നു. ചെറുതിനോട് ചോദിക്കുക മെഴുക്കുവരട്ടി വേണോ തോരൻ വേണോ എന്നപ്പോൾ അവൻ തോരൻ മതിയെന്ന്. ഈ വീട്ടിൽ ബാക്കി എല്ലാവരും എന്ത് കിട്ടിയാലും കഴിച്ചോളൂ, ഈ ഒരെണ്ണത്തിനെ മാത്രം കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അവൻ ഇഷ്ടമുള്ള രീതിയിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ അവൻ കഴിച്ചോളുമല്ലോ. ചിറ്റയുടെ കടയിൽ പോയി ബിരിയാണി മേടിക്കണമെന്ന് പറഞ്ഞു. മാസത്തിൽ 2 പ്രാവശ്യം അതും അങ്ങനെ ആക്കി. ചോറ് ഒരു നേരം ഉച്ചയ്ക്ക് എങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കണ്ടേ? ഞങ്ങളൊരു കഥ വായിച്ചായിരുന്നേ. ആ കഥയ്ക്കകത്ത് കേട്ട കാര്യം അവനിപ്പോൾ എന്നോട് പറയുക. രാവിലെ ഭക്ഷണം കഴിക്കുന്നത് മന്ത്രിയെ പോലെയും അല്ല രാജ്ഞിയെ പോലെയും അവൻ പറയുന്നത്. ഉച്ചയ്ക്ക് രാജാവിനെ പോലെയും വൈകിട്ട് ഫിഷക്കാരെ പോലെയും കഴിക്കണമെന്നാണ് കഥ പറഞ്ഞു കൊടുത്ത. ഞാനും മറന്നു, രാജ്ഞിയെ പോലാണോ മന്ത്രിയെ പോലാണോ രാവിലെ കഴിക്കേണ്ടതെന്ന്. ഗൈസ്, മുറിക്കകത്ത് അണ്ണാൻ വന്ന് കയറിയിട്ടുണ്ട്. എൻ്റെ അപാരതയെ നടക്കുന്നത്. കാരണം ഹരിശ്രീ അശോകൻ പറക്കം തെളിയിക്കകത്ത് പോകുന്ന പോലെ എലിയേക്കാണ് ഓടുന്ന പോലെ ഓട്ടോ എൻ്റെ പുറകെ. കിട്ടിയോ? പോയി കട്ടില എടാ, നീ നനങ്ങാൻ നിന്നേ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. നീ തുണിയല്ലേ എപ്പോ വാരി വെക്കും? ഓടി മച്ചിന്റെ മണ്ടേ കയറിയതായാലും അവിടെ അടച്ചിട്ടേക്കായിരുന്നു. അവിടെ അതിലെ കയറാൻ പറ്റിയില്ല. അണ്ണാട് പിടിച്ചോ മച്ചിന്റെ മോളെ കയറി. അവൻ അറിഞ്ഞില്ല അണ്ണാൻ ഇപ്പറയിലൂടെ ചാടി അതിന്റെ മണ്ടക്കിരുന്നൊരു ബുക്ക് പിന്നെ ദേഹത്ത് വീണ് പിന്നെ ദേഹത്ത് അണ്ണാനാ വീണേന്ന്. നിന്നെ ഞാൻ പിടിക്കും. നിനക്ക് എന്നെ അറിയാൻ പറ്റാത്തോണ്ടോ? നിന്നെ ഞാൻ പിടിക്കേ. കിട്ടിയോ? അവസാന കൈ കിട്ടിയിരിക്കുകയാണ്. എന്നെ അള്ളിപ്പിടിച്ച് എന്റെ കയ്യൊക്കെ എന്റെ കയ്യാലാണ് കടിച്ച ഉറപ്പ് തലയെ പിടിച്ച് നിന്നെ വെളിയിൽ വിടാ. നീ കിടന്ന് വിഷമിക്കാതെ. അപ്പേ കടിക്കല്ലേ പൊന്നുകുഞ്ഞാ കുഞ്ഞാ കുഞ്ഞാ കടിക്കേ. ഹരിശ്രീ അശോകൻ വീണ്ടും ഇറങ്ങി കയ്യിൽ ചാടിപ്പോയി. കിട്ടിയോ? എടാ നമ്മളിവിടെ
നീ എന്നെ പട്ട് കളിപ്പിക്കുന്നോ? കസിനെടുത്താണോ കളി? എന്റെ സാരി തമ്പി ഇത് മുറി കയറുമ്പോ ഞങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നു, ഇവര് രണ്ടും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും വന്ന് പിടിച്ച് കിട്ടി. പിന്നെ ഞാൻ ഞാൻ കോപ്പിയെല്ലാം തുറന്നു വിടും. അതൊക്കെ കൂട്ടി വളർത്തുന്ന ഇതങ്ങൾ അങ്ങനെ ഇല്ല. ഇതങ്ങനല്ല. നിന്നെയൊക്കെ പിടിച്ചെന്ന റൂമിലിട്ട് ഞാൻ പൂട്ടാം. എനിക്ക് അത്ര ഉറങ്ങാനും പറ്റും. ചാടി പോണേ ദൈവമേ, ഞാനൊന്ന് കണ്ടിട്ട് അതിന്റെ അടി പറഞ്ഞു പോടാ ഇപ്പൊ തന്നെ. ഇപ്പൊ ഞാൻ അതിന്റെ അടിയും പറഞ്ഞു വിടും. ചാറില് കടിച്ചോ കടിച്ചോ. പെട്ടെന്ന് ഇണങ്ങുന്നത് എന്നിട്ട് പരിക്കാത്ത ഓടി കിടക്കുന്നത് അടക്കണം കേട്ടോ അണ്ണാന്. ഇതൊക്കെ ഇനിയും കമ്പിയിട്ട് പൂട്ടണം അല്ലേ? വേണ്ട വേണ്ട അഴിച്ചുവിടും. ഞാൻ അമ്മ കാണത്തില്ല. ഞാൻ കണ്ണാൻ കാരണം ഞാനും കണ്ണനും അടി വെച്ച് ലാസ്റ്റ് പിണങ്ങും. അവളൊക്കെ ഇരിക്കുന്ന സാധനം ഇത് കുഞ്ഞാ കുഞ്ഞ പാവന്ന് പറഞ്ഞ് ആരടുത്ത് എറിഞ്ഞു. ആ മുറി ആദ്യം പോയി വൃത്തിയാക്കടാ. ഇച്ചിരി കഴിയുമ്പോ അത് ഇണങ്ങുന്നു. പാവം എന്നാടാ ദൈവമേ പാവം. പേടിച്ചിട്ടാണോ ഇത്ര ഓടിച്ചത്? എന്നാ വന്നാലും വളർത്താൻ സമ്മതിക്കത്തില്ല ഞാൻ. വീഡിയോ കട്ട് ചെയ്ത് ഓഫായില്ലേ? അങ്ങനെ ഞാൻ അഴിച്ചു വിട്ടു. അർജുനും ജൂലിയും ഒന്നും കാണാതെ. അർജുൻ പിടിക്കുമല്ലോ, ജൂലി കണ്ടാൽ പിടിക്കും. അതുകൊണ്ട് മരത്തെ കയറ്റി വിട്ടു, മുളയെ കയറ്റി വിട്ടു. എന്നിട്ട് ലൈറ്റ് അടിച്ച് നോക്കുക, കണ്ണം പിടങ്ങി കയറിപ്പോയി. നോക്കിക്കാൻ നമ്മുടെ ലൗബേഴ്സ് എല്ലാം കൂടെ രാത്രിയിൽ ഒരു കമ്പി തന്നെ അടുങ്ങിയിരുന്ന് എല്ലാം കൂടെ ഉറങ്ങുന്നു. നോക്കിക്കേ, ജൂലി അഴിച്ചുവിടുക. അണ്ണാൻ പോയി കാണുമല്ലോ, കൂട്ടി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണ്ടേ. അപ്പൊ ജൂലി അഴിച്ചുവിട്ടെ. ഇവര് കലത്തിലിരുന്ന് ഉറങ്ങാൻ ഇങ്ങനെ. അയ്യോ ദൈവമേ, എത്രണ്ണം തന്നെ കഴിക്കും? കറക്റ്റെണ്ണം കിട്ടും. മൊത്തം വെട്ടിപ്പോകും. 27 അതേ കറക്റ്റ് നോക്കണ്ടിരുന്നു. 28 ഞാനിവിടെ ഉണ്ടെന്ന് ഇടയ്ക്ക് കയറി വന്നു. അപ്പൊ മറ്റേ കലത്തിലൊക്കെ കാണും. 32 33 ആയിരുന്നു. അടുത്ത് ഇറങ്ങിയത്. അപ്പോൾ ശരി ഗായ്സ്.